അസമിൽ മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ തുടർച്ചയായി രണ്ടാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തു. ഇത് മൂന്നാം തവണയാണ് തുടർച്ചയായി അസമിൽ ഒരു BJP നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നത്. ഗുവാഹത്തിയിലെ ഖനാപുര പ്രദേശത്തെ വെറ്റിനറി ഗ്രൗണ്ടിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ ശർമ്മയ്ക്ക് സത്യവാചകം മുഖ്യമന്ത്രിക്ക് ചൊല്ലിക്കൊടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊപ്പം കേന്ദ്രമന്ത്രിമാർ ഒക്കെ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി തുടങ്ങി സർബാനന്ദ സോണോവാൾ തുടങ്ങിയ നേതാക്കൾ ഒക്കെ BJP ഭരിക്കുന്ന ഈ സംസ്ഥാനത്തിലെ വിജയം ആഘോഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടു. മുൻ മുഖ്യമന്ത്രിമാർ, അതുപോലെ ഉപമുഖ്യമന്ത്രിമാർ, പല സംസ്ഥാനങ്ങളിലെയും ഉപമുഖ്യമന്ത്രിമാർ, BJPയുടെ അധ്യക്ഷൻ നിതിൻ നബീൻ തുടങ്ങിയ നിരവധി ആളുകൾ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയെന്നതും ആ ചടങ്ങ് പ്രൗഢഗംഭീരമായിരുന്നു എന്നതും അസാമിലെ BJPയുടെ വിജയം അത് വീണ്ടും അവർക്ക് അവിടെ പ്രകടമാക്കാൻ കഴിഞ്ഞു എന്നതുമൊക്കെ ശ്രദ്ധേയമായി. അസാമിലെ മൂന്നാമത്തെ NDA സർക്കാരിന് അങ്ങനെ തുടക്കമായിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഒരുപക്ഷെ ഈ രണ്ടാമത് തുടർച്ചയായി സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന ആൾ എന്ന നിലയിൽ ഹിമന്ത ബിശ്വ ഈ നേട്ടം കൈവരിക്കുന്നു. ഇത് കോൺഗ്രസിൽ നിന്ന് മാറിയാൽ കോൺഗ്രസ് ഇതര നേതാവായ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് മാത്രമേ ഈ നേട്ടം അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കൊപ്പം BJPയിൽ നിന്നുള്ള മറ്റ് 2 MLAമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. അതുകൂടാതെ സഖ്യകക്ഷികളിൽ നിന്ന് 2 MLAമാർ സത്യപ്രതിജ്ഞ ചെയ്തു. അസം ഗണപരിഷത്തിലെ അതായത് AGPയിലെ ഒരു MLAയും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടിലെ ഒരു MLAയുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് 2 പാർട്ടികളിൽ നിന്നും ഓരോ MLAമാർ സത്യപ്രതിജ്ഞ ചെയ്തു. അതിൽ BJP MLAമാർ രാമേശ്വർ തൊലി അതുപോലെ അജന്ത നിയോഗ് എന്ന 2 പേരായിരുന്നു. അതേസമയം AGPയിൽ നിന്ന് അതുൽ ബോറയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ബോർഡർ BPFൽ നിന്ന് ചരൺ ബോറയാണ് അവിടെ സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ അവരിൽ 4 പേർ ഇന്ന് മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മുൻ മന്ത്രിയും മുതിർന്ന BJP നേതാവുമായ രജിത് കുമാർ ദാസ് സംസ്ഥാന നിയമസഭാ സ്പീക്കറാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അദ്ദേഹം NDAയുടെ അതിനുള്ള സ്ഥാനാർത്ഥിയാകും. സത്യപ്രതിജ്ഞ ചടങ്ങിന് തൊട്ടു പിന്നാലെ പുതിയ സർക്കാരിൻ്റെ മന്ത്രിസഭാ യോഗം നടന്നു. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രതിജ്ഞകളും വികസന അജണ്ടകളും നടപ്പിലാക്കും തൻ്റെ ഭരണകാലത്ത് എന്നാണ് ഇപ്പോൾ ഹിമന്ത പറയുന്നത്. BJP, AGP അതുപോലെ BPF എന്നിവ ഉൾപ്പെടുന്ന NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയ ഭൂരിപക്ഷമാണ് നേടിയത്. 126 അംഗ സഭയിൽ റെക്കോർഡ് ഭൂരിപക്ഷം എന്ന് പറയാവുന്ന 102 സീറ്റുകൾ നേടിയാണ് അവർ അധികാരത്തിലെത്തുന്നത്. BJPക്ക് ഒറ്റയ്ക്ക് തന്നെ 82 സീറ്റുകൾ നേടി. സംസ്ഥാനത്ത് അവിടുത്തെ ആദ്യത്തെ ഏറ്റവും വലിയൊരു ഒറ്റക്കക്ഷി ആദ്യമായി ഭൂരിപക്ഷം നേടുന്നുവെന്ന തരത്തിലുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാക്കി. AGPയും അതുപോലെ BPFും 10 സീറ്റുകൾ വീതം നേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയ പാത നയിക്കാൻ കഴിവുള്ളൊരു നേതാവായി ഉയർന്നു വരികയാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ തന്ത്രജ്ഞരിൽ ഒരാളായി മാറുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എത്തിയ ഒരു രാഷ്ട്രീയ യാത്ര ഇന്ന് ജനം ഓർത്തെടുക്കുകയാണ്. അസമിൽ അധികാര രാഷ്ട്രീയത്തിൻ്റെ കഥ തന്നെ മാറ്റിമറിക്കാൻ കഴിഞ്ഞത് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കാണ്. അന്ന് അസമിൻ്റെ 15ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തുന്ന അദ്ദേഹം നേരത്തെ കോൺഗ്രസിൽ നിന്നാണ് വന്നത്. 1969 ഫെബ്രുവരി 1 അസമിലെ ജോർഹട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നീട് കുടുംബം ഗുവാഹത്തിയിലേക്ക് താമസം മാറ്റുന്നു. വിദ്യാർത്ഥി കാലഘട്ടം മുതൽ നേതൃത്വ രംഗത്ത് അദ്ദേഹം സജീവമാകുന്നു. ഗുവാഹത്തിയിലെ കൺട്രോൺ കോളേജിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസം. അവിടെ നിന്ന് വിദ്യാർത്ഥി യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയായി 3 തവണയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം വരുന്നതിനോടൊപ്പം തന്നെ ബിരുദാനന്തര ബിരുദം അവിടെ നിന്ന് നേടുന്നു. നിയമപഠനം പൂർത്തിയാക്കുന്നു, അഭിഭാഷകനാകുന്നു. അങ്ങനെ ഒരു വിദ്യാർത്ഥി നേതാവിനോടൊപ്പം തന്നെ തൻ്റെ പഠനരംഗത്തും അദ്ദേഹം മികവ് തെളിയിക്കുന്നു. 96 മുതൽ 2001 വരെ ഗുവാഹത്തി ഹൈക്കോടതിയിൽ അഭിഭാഷകനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഒരു പലതരത്തിലുള്ള സാമൂഹിക ശാസ്ത്ര ഗവേഷണ രംഗത്തേക്ക് കടക്കുന്നു. വടക്ക് കിഴക്കൻ കൗൺസിലിൻ്റെ ഘടനയും പ്രവർത്തനവും സംബന്ധിച്ച വിഷയത്തിൽ അദ്ദേഹത്തിന് PhD ലഭിക്കുന്നു. 2021 ഹിമന്ത ബിശ്വ ശർമ്മ ആദ്യമായി നിയമസഭയിലെത്തുന്നത്. ജാലുക് ബാരി മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് ജയിക്കുന്നത്. അതിനുശേഷമാണ് തുടർച്ചയായ 6 തവണ അതേ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ഭരണകാലത്ത് ആരോഗ്യം, വിദ്യാഭ്യാസം, ധനം
തുടങ്ങിയ പദ്ധതികൾ രൂപീകരണം നടത്തുന്നതിൽ അതുപോലുള്ള നിർണായക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു. ആരോഗ്യമന്ത്രിയായിരിക്കും അസമിൽ 3 മെഡിക്കൽ കോളേജുകൾ അദ്ദേഹം സ്ഥാപിച്ചത് ശ്രദ്ധേയമായിരുന്നു. കൂടുതൽ മെഡിക്കൽ കോളേജുകൾക്കുള്ള പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കമിട്ടു. വിദ്യാഭ്യാസ മേഖലയിലും ഭരണപരമായ ഇടപെടലുകൾ അദ്ദേഹം നടത്തി. എന്നാൽ പിന്നീട് കോൺഗ്രസ് നേതൃത്വവുമായി അദ്ദേഹം അഭിപ്രായ ഭിന്നതകൾ അദ്ദേഹത്തിന് രൂക്ഷമായി. അങ്ങനെ അന്നത്തെ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയുമായുള്ള രാഷ്ട്രീയ സംഘർഷം ആ സംസ്ഥാനത്തിൻ്റെ ഭാവിയെ മാറ്റിമറിക്കുന്നു. 2015 ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ് വിട്ട് BJPയിലെത്തുന്നു. അമിത്ഷായുടെ സാന്നിധ്യത്തിലായിരുന്നു BJP പ്രവേശനം. ആ തീരുമാനം വടക്ക് കിഴക്കൻ രാഷ്ട്രീയത്തിലെ ഒരു വഴിത്തിരിവായി. BJPയുടെ നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസിലെ പ്രധാന തന്ത്രജ്ഞനായി അദ്ദേഹം മാറി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ BJPയുടെ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന മുഖമായി ഹിമന്ത ബിശ്വ ഉയർന്നു. 2016 അസമിലെ ആദ്യ BJP സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ധനം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ നിർണായക വകുപ്പുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. ഭരണപരമായ നിലപാടുകൾ, വേഗത്തിലുള്ള തീരുമാനം ദേശീയ തലത്തിൽ അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. 2021 അസമിലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ഹിമന്ത ബിശ്വ BJPയുടെ ഏറ്റവും ശക്തനായ പ്രാദേശിക നേതാവ് എന്ന പേരുകൂടി അദ്ദേഹം അവിടെ അദ്ദേഹം ഏറ്റെടുത്തു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വലിയ തോതിൽ അവിടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ഒക്കെ ചെയ്തു. ക്രിക്കറ്റിൻ്റെ, ബാഡ്മിൻ്റൺ അസോസിയേഷൻ്റെ ഒക്കെ രംഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവരും ഓർക്കുന്നു. ഇന്ന് അസമിലെ BJPയുടെ മുഖം ഹിമന്ത ബിശ്വ ശർമ്മയാണ്. സംഘടനാ മികവ്, കൃത്യമായ രാഷ്ട്രീയം, അതിവേഗ തീരുമാനങ്ങൾ, ഇതെല്ലാം ചേർന്നൊരു പുതിയ ശൈലി അവിടെ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. രാഷ്ട്രീയത്തിൽ സ്വയം അടയാളപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇന്ന് ഹിമന്ത ബിശ്വ ശർമ്മയുടെ വിജയത്തോടൊപ്പം കേരളവും കാത്തിരിക്കുന്നത് അതിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയെയാണ്. ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത ഹിമന്ത ശർമ്മയുടെ മന്ത്രിസഭയിലെ ഗോത്ര നേതാവ് ഉണ്ട്. ഗോത്ര നേതാവിനെ കൂടി നമുക്കറിയണം. രാമേശ്വർ തേലിയാണ് ഗോത്ര നേതാവായി അവിടെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഈ നമ്മുടെ ട്രൈബൽസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്നതാണ്. തേയില തോട്ടങ്ങളിൽ സേവനമനുഷ്ഠിക്കാനെത്തിയ ഗോത്ര വിഭാഗത്തിൽ നിന്നാണ് രാമേശ്വർ തേലി സംസ്ഥാന മന്ത്രിസഭയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. വിദ്യാർത്ഥി കാലം മുതൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. 2001 ദുലിയൻ നിയോജക മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തുന്നു. പിന്നീട് 2006 അവിടെ നിന്ന് തന്നെ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് 2014 അദ്ദേഹം ദിബ്രുഗഡ് ലോക്സഭാ സീറ്റിൽ നിന്ന് വിജയിക്കുന്നു. അങ്ങനെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ സേവനമനുഷ്ഠിച്ച രാമേശ്വർ തോലിയാണ് ഇന്ന് അവിടെ സത്യപ്രതിജ്ഞ ചെയ്ത മറ്റൊരു പ്രമുഖൻ. അതുപോലെ ഗോലഘട്ടിൽ നിന്ന് 6 തവണ MLA ആയ അജന്ത നിയോഗാണ് മറ്റൊരു മന്ത്രി. അവർ 2001 മുതൽ തുടർച്ചയായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വനിതാ നിയമസഭ അംഗമായി സേവനമനുഷ്ഠിച്ചു എന്ന ഒരു ഖ്യാതി അവർക്കുണ്ട്. 2021 മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത അജന്ത നിയോഗ് സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ധനകാര്യ മന്ത്രിയായി. മുമ്പ് തരുൺ ഗൊഗോയ് നയിക്കുന്ന സർക്കാരുകളിലും മന്ത്രിയായിരുന്ന അവർ പിന്നീട് BJPയിലേക്ക് ചേരുകയാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് നിലനിർത്തുന്നു. അങ്ങനെ ഒരു വിജയമാകുന്നു. ഏതായാലും അവരുടെ ഭർത്താവ് നാഗൻ നിയോഗ് 1996 ഒരു തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന ദുഃഖകരമായ ഒരു കാര്യം കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.